സാർ, രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ NIA വ്യാപക റെയ്ഡ് നടക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. പഞ്ചാബിലെ 14 ഇടങ്ങളിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ സംസ്ഥാനങ്ങളിലാണ് റെയ്ഡ്. നമുക്കറിയാം, ഈ അടുത്തായിട്ട് ഖലിസ്ഥാൻ വാദം വീണ്ടും വളരെ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്തിയതിന് ശേഷം അത് വലിയ തോതിൽ കാനഡയിൽ ഉൾപ്പെടെ ഒരു ഗവൺമെൻറ്റിനെ, ഈ ജസ്റ്റിൻ ട്രൂഡോയൊക്കെ മറിച്ചിടുന്ന തരത്തിലേക്ക് ആ വാദം അദ്ദേഹം തന്നെ കൊണ്ടുവന്ന ആളുകൾ തന്നെ അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് കുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ NIA റെയ്ഡ് ശക്തമാകുന്നത്. ഖലിസ്ഥാൻ തീവ്രവാദം വീണ്ടും ശക്തമാവുകയാണോ? അല്ല, എന്ന് നമ്മൾ കാണണം. അതിൻ്റെ ഒന്ന്, പഞ്ചാബ് നശിച്ചിരിക്കുകയാണ്. പഞ്ചാബ് 3 രീതിയിലാണ് നശിച്ചത്. ഒന്ന്, പഞ്ചാബിൽ ഈ ഹരിത വിപ്ലവം ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ നമുക്ക് സെൽഫ് സഫിഷ്യൻ്റൊക്കെ ആയി. പക്ഷേ അതിൽ കടന്ന രാസവളത്തിൻ്റെയും കീടനാശിനികളുടെ ഉപയോഗം കൊണ്ട് അവിടുത്തെ ഭൂമി ഫെർട്ടൈൽ അല്ലാതെ മാറിക്കൊണ്ടിരിക്കുക. 5 നദികളുടെ ഇടയിലുള്ള ഫലഭൂഷ്ടമായ പ്രദേശം ഇപ്പോൾ ഫെർട്ടൈലായി മരുഭൂമിവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ യുവജനത മൊത്തം ഈ വലിയൊരു പങ്കും ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ വഴി കടത്തി വരുന്ന ഈ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ട് ആടി നടക്കുന്ന അവസ്ഥയാണ്. കാരണം ഇതെന്ന് വെച്ചാൽ ഈ ഹരിത വിപ്ലവം വന്നതോടുകൂടി അവർക്ക് വൻതോതിൽ അഫ്ലുവൻ്റ് ആയി അവർ. പിന്നെ ഇഷ്ടംപോലെ നിങ്ങളിപ്പോൾ അടുത്ത് ഷാരൂഖ് ഖാൻ്റെ ഒരു സിനിമ വന്നതിന് പേര് പറഞ്ഞു. ഇതൊക്കെ തന്നെ 60കളിൽ തന്നെ അങ്ങോട്ട് യൂറോപ്പിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്തെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ അതിന് മുമ്പ് തന്നെ ഇതിപ്പം അതിനുശേഷം ഇപ്പം മൈഗ്രേഷൻ വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ പിന്നെ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്ന സിഖുകാർ പറയപ്പെടുന്നതിൽ വെസ്റ്റേൺ കൺട്രീസിലും അമേരിക്കയിലൊക്കെ സിഖുകാരാണ്. വളരെ സംഘടിതരാണ്, അതിന് വളരെ പവർഫുള്ളാണ്, വളരെ റിച്ചുമാണ്. അപ്പോൾ അത് ഇഷ്ടംപോലെ കാശുണ്ട്. ഈ പയ്യന്മാരൊക്കെ മറ്റേ കബീർ സിംഗോ എന്നിട്ട് പോകുന്ന സിനിമ ഉണ്ട്, അതിൽ കാണുന്ന പോലെ ഈ മയക്കുമരുന്ന് മേടിച്ച് ഈ വെസ്റ്റേൺ മ്യൂസിക്കലായിട്ട് നടക്കുകയാണ്. ഇങ്ങനെയുള്ള ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ഗുരുക്കന്മാരും ഉണ്ട്, ചില യോഗിമാർ. അതിൻ്റെ ഏറ്റവും ഒന്നിനാണ് നാള് പോലീസ് പിടിച്ച് ജയിലിട്ടില്ലേ, ബാബ എന്തൊരു പേര് പോകുന്നുണ്ട്, പേര് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഗുണ്ടാ സംഘങ്ങൾ അതിഭീകരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോറൻസ് ബിഷ്ണോയിയൊക്കെ ആ പ്രദേശത്ത് തന്നെയാണ്. ലോറൻസ് ബിഷ്ണോയി കോളേജിൽ പഠിക്കുമ്പോൾ അയാൾക്കെതിരെ മത്സരിച്ച് ഇലക്ഷന് ജയിച്ച ആളെ വെടിവെച്ച് വന്നുകൊണ്ടാണ് ആ പരിപാടി തുടങ്ങിയത്. അവിടെ ഏതാണ്ട് മത്സരിച്ച ആളെ വെടിവെച്ചു, ജയിച്ച ആളെ. പിന്നെ അയാളുടെ സംഘമാണ് മൂസാവാലിനെ കൊന്നത്. മൂസാവാല വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സിംഗറായിരുന്നു അവിടെ. ഇവിടെ നമ്മുടെ താജുദ്ദീൻ വടകര, കലാഭവൻ മണി എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സിംഗറായിരുന്നു. അവിടെ ഏതാണ്ട് ഈ ഇയാളുടെ ബിഷ്ണോയിയുടെ ഗ്യാങ് തന്നെ ഏതാണ്ട് 2000-3000 ഷാർപ്പ് ഷൂട്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇടയ്ക്ക് ഞാൻ അവിടെ നിന്നൊരു സിനിമ, അവിടുത്തെ പഞ്ചാബി സിനിമ ഉണ്ട്, അതിൽ തന്നെയാണ് ഷൂട്ടൗട്ടൊക്കെ തന്നെയാണ് അതിന് വിഷയം. അപ്പം ഇങ്ങനെ ഒരു പ്രദേശമായത് മാറി. പക്ഷെ ഇവൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ ഒരു ഇന്ത്യയിലെ ഒരു മിലിറ്ററി ട്രൈബാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ മിലിറ്ററി ട്രൈബ് എന്ന രീതി ഐഡന്റിഫൈ ചെയ്ത ആളുകളാണ് ഗൂർഖാസ്, മറാഠാസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജാട്ടുകൾ, സിഖുകാരൊക്കെ. മദ്രാസികളൊന്നുമല്ല, മദ്രാസികളല്ല, ബംഗാളികളല്ല. നമുക്ക് ഹൈറ്റും വെയിറ്റ് ഇതൊന്നുമില്ലല്ലോ. പൊതുവേ നമ്മളൊക്കെ അഫ്ലുവൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവന്മാർ നിരന്തരം തുറന്നു കിടക്കുന്ന അതിർത്തിയുടെ പ്രദേശം നിരന്തരം യുദ്ധം ആയതുകൊണ്ട് ഇവന്മാർക്ക് യുദ്ധമില്ലാതെ നിൽക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഇന്ത്യയിലുള്ള എല്ലാ കടന്നുകയറ്റങ്ങളും വന്ന അങ്ങോട്ട് ആ വഴിയാണ്. അപ്പം പണ്ട് പട്ടാളം പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും നിങ്ങൾക്ക് അറിയാലോ. അവന്മാർക്ക് അതുകൊണ്ട് നല്ല ഹൈറ്റും വെയിറ്റും ഈ പറയുന്ന സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പിലുള്ള ആളുകളെ ജീനും ഒക്കെ ഇഷ്ടംപോലെ കയറിയിട്ടുണ്ട്. ഈ ചെങ്കിസ് ഖാൻ, താമർലൈൻ, അലക്സാണ്ടർ, പിന്നെ കനിഷ്കൻ, ഇങ്ങനെയുള്ളവരെ ജീനുകൾ ഇഷ്ടംപോലെ കയറിയിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ട്. അപ്പം മിലിറ്റൻ്റ് ആയിട്ടുള്ള എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സൊസൈറ്റിയാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും സിഖ് എന്ന് വെച്ച വികാരം വളരെ ഇമ്പോർട്ടൻ്റ്, ഇന്ത്യ എന്നുള്ള വികാരം വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ ഈ ഇന്ത്യ എന്നുള്ള വികാരത്തെയാണ് ഈ ഭിന്ദ്രൻവാലയുടെ സമയം തൊട്ട് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും അമേരിക്കയുടെയും സഹായത്തോട് കൂടിയിട്ട് അത് ഇന്ത്യ വിരുദ്ധമായി ഖലിസ്ഥാൻ വികാരമാക്കി മാറ്റും. ഇന്ത്യ എന്നത് ഹിന്ദുക്കളുടെ രാജ്യമാണ്. ഇന്ന് അറിയാതെ പാകിസ്ഥാനിൽ അവിടെ ഇന്ന് ഇവരെ സുഹൃത്തുക്കളായ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ ഇവരെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ മൊത്തം റേപ്പ് ചെയ്യുകയും ആണുങ്ങളെ മൊത്തം കൊന്നെടുക്കുകയും ചെയ്തിട്ട് ഇങ്ങോട്ട് സ്വത്തൊക്കെ പിടിച്ചെടുത്ത് ഇങ്ങോട്ട് ഓടിച്ചു വിട്ടപ്പോൾ അന്ന് ഈ ഹിന്ദുക്കളാണ് ഇവന്മാരെ സ്വീകരിച്ചത്. അന്ന് ഇവന്മാരും ഇവിടെയുള്ള അന്ന് ഹിന്ദു മിലിറ്റൻ്റ് വിങ്സും ഒരുമിച്ചാണ് ഇവിടെയുള്ള മുസ്ലിംസിനെ കൊന്ന് അങ്ങോട്ട് അയച്ചിരുന്നത്. ആ ഭീകരമായ അവസ്ഥയാണ് അന്നത്തെ. ലക്ഷക്കണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെട്ടതും കാണാതെ റേപ്പ് ചെയ്യപ്പെട്ടതും. സ്ത്രീകളാണ് കാണാതെ അത്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് രാജകുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒന്നും അല്ലാതായി പോയ വല്ലാത്ത കഥയാണ്. അടുക്കുന്ന ആലിയ ഭട്ടിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അവിടെ വലിയ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇവിടെ വന്ന് പിന്നെ അവൾ ഒരു വേറെ രീതിയിലായി പോകുന്നൊരു കഥ. ഞാൻ ആ സിനിമ
സിനിമ കണ്ടില്ല, എനിക്കതിൻ്റെ കഥ ഏതാണെന്ന് അറിയാതെ പോയി കാണാൻ. അത്രയും ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള കഥയാണ്. അപ്പം അങ്ങനെ ആ അവസ്ഥ അതൊക്കെ ഇവന്മാരിപ്പം മറന്നു. അതുകൊണ്ടാണ് ഈ നമ്മളിപ്പം ഇന്ത്യ പാകിസ്ഥാനായിട്ട് യുദ്ധത്തിലല്ലാതെ തന്നെ ഏറ്റവും കൂടുതൽ മെഡലുകൾ കിട്ടിയ വീരചക്ര ശൗര്യചക്ര കിട്ടിയവർക്കാണ്. കാരണം അവർക്ക് ആ ഒരു വികാരമുണ്ട്. അവർ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും അന്ന് ആ കലാപത്തിൽ രണ്ട് സൈഡിലും, പിന്നെ വെസ്റ്റേൺ സൈഡിലെ പഞ്ചാബി മുസ്ലിംസും ഈസ്റ്റേൺ സൈഡിലെ ഹിന്ദു ആൻഡ് സിഖ് പഞ്ചാബികളും കൊല ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പം പക്ഷെ പുതിയ ജനറേഷൻ ഇതൊന്നും ഓർമ്മയില്ല. അവർക്ക് അമേരിക്കയിൽ നിന്ന് ഈ പൈസയും പാകിസ്ഥാനും ഇതും കൂടി കിട്ടുമ്പോൾ അവരെ വിചാരം എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവരെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് ഖലിസ്ഥാൻ വേണം, പാകിസ്ഥാൻ പോലെ ഖലിസ്ഥാൻ വേണം. ഇവരുടെ കാര്യം നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യമുണ്ട്. ഇവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് റാഞ്ചിയിലൊക്കെ. നിങ്ങളത് റാഞ്ചി ബീഹാറിലൊക്കെ, എനിക്ക് അവസാനത്തെ ഗുരു അർജുൻ സിംഗ് അവിടെ മറ്റാണ് ജനിച്ചത് എനിക്ക് സംശയമുണ്ട്. എനിക്ക് എൻ്റെ കൂടെ ഒരു സിക്കാനുണ്ട് ഹോസ്റ്റലിൽ. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു നിങ്ങളെന്ത്, അയാൾ പഞ്ചാബ് ബീഹാറാണ്. വട്ട് ആർ യു ഡൂയിങ് ഇൻ ബീഹാർ? വി ആർ ഫ്രം ബീഹാർ ആൻഡ് ദിസ് ഗുരു ബോൺ ദേർ എന്നൊക്കെ പറഞ്ഞു. ഈ ഗുരു ബീഹാറിലാണ്? ബീഹാറിൽ ജനിച്ചത് എന്ന് പറഞ്ഞു. അപ്പം ഏത് ഗുരുവെന്ന് ഇപ്പോൾ ഞാൻ മറന്നുപോയി. റാഞ്ചിയിലൊക്കെ ഉണ്ട്. അങ്ങനെയല്ലേ നമ്മളെ ധോനിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഒരു സിക്കാരനാണ്, ധോനിയുടെ ഫ്രണ്ട്. അപ്പം പിന്നെ അപ്പം അങ്ങനെ ഇവർക്ക് ഒരു ശക്തമായ ഒരു പിന്നെ ഒരു ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾ നമ്മളെ ചാല ബസാറിലൊക്കെ അവർക്ക് ഷോപ്പുണ്ട്. അതുകൊണ്ട് അതാണ് ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് ഇവിടെയൊക്കെയുള്ള സിക്കാരെ പാവങ്ങളെ അന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ സിഖ് കൂട്ടക്കൊല, ഇന്ദിരാഗാന്ധിയുടെ പദവിയിൽ സിഖ് കൂട്ടക്കൊല ഇവരെ കൂടുതൽ ആന്റി ഇന്ത്യനാക്കി. സിഖ് കൂട്ടക്കൊലയ്ക്കാണ് ഇന്ത്യ വിരുദ്ധതയാണ്. പിന്നെ ഈ പറയുന്ന ഇന്ദിരാഗാന്ധി കൊന്നതാണ്. ഇന്ദിരാഗാന്ധിയെ കൊല്ലാൻ കാരണം അവിടെ ഈ ഖലിസ്ഥാൻ പിടിക്കാൻ, പിന്നെ ഈ പഞ്ചാബ് പിടിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബിന്ദംപാലനെ വളർത്തിക്കൊണ്ടാണ്. പാമ്പിനാണ് വിഷം കൊടുത്തത്, പിന്നെ പാലുകൂട്ടിയത്. അത് തിരിച്ചടിച്ചു. അപ്പൊ അതിങ്ങനെ ഒരു സർക്കിളാണ്. അതിപ്പം കൈവിട്ട് പോയി. ഇപ്പൊ അത് കൺട്രോൾ മൊത്തം കാനഡയിലാണ്. കാനഡ ഏതാണ്ട് അവരുടെ രാജ്യം പോലെയാണ്. ഇസ്രായേൽ ജൂതന്മാർക്ക് എങ്ങനെയാണോ, അല്ല അമേരിക്ക ജൂതന്മാർക്ക് എങ്ങനെയാണോ, അതുപോലെയാണ് സിക്കാർ കാനഡ. അപ്പൊ ഇവിടേക്ക് അവർ ഇസ്രായേൽ വേണം. അതാണ് പഞ്ചാബ്. ഈ ഇസ്രായേൽ പാകിസ്ഥാനായിട്ട് നല്ല ബന്ധമായിരിക്കും, ഇന്ത്യ ആയിരിക്കും ശത്രു. നടക്കാനൊന്നും പോകുന്നില്ല. അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ഇവിടെ ഈ ഖലിസ്ഥാൻ വാദം ആളുകൾ ഉള്ളിൽ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പുറത്ത് പൈസ കിട്ടിയാൽ പോലെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. പല വെളുക്കെ ചിരിച്ച് നടക്കുന്നവനും പൈസ കിട്ടിയ അവനൊരു രാജ്യസ്നേഹം ഒന്നുമില്ല. പണം കിട്ടിയാൽ മതി. നമ്മൾ ഞെട്ടിപ്പോവും. പല CIA ഒക്കെ പല കഥകളും കേൾക്കുമ്പോൾ, KGB ഒക്കെ പല കഥകളും കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഇവിടെയുള്ള പല മാന്യന്മാരുടെ ശരിയായ മോഹം മനസ്സിലാവും. നമുക്കൊക്കെയാണ് ഈ രാഷ്ട്രസ്നേഹം ഉള്ളത്. പിന്നെ കുറേ പാവം പട്ടാളക്കാർക്കും കുറച്ച് പോലീസുകാർക്കും അങ്ങനെയൊക്കെ ഉള്ളൂ. ഇവർ പല ആളുകളും ഇതിനെങ്ങനെ വിൽക്കാന്ന് ആലോചിച്ച് നടക്കുന്നവരെ. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഈ പിന്നെ ശക്തമായ ഒരു ഗവൺമെന്റ് നിലനിൽക്കുന്നിടത്തോളം കാലം, പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നു, അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നു. അപ്പോൾ ഇതിന് ഇനി അങ്ങനെ സ്കോപ്പ് ഉണ്ടോ അതിനെതിരെ? കാരണം അവർക്കറിയാമല്ലോ ഇത് അതുകൊണ്ടാണ് അതിനെ മുളയിലെ നുള്ളിക്കളയണം. അല്ല, അതുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഇത് വലിയ എസ്കലേഷനിലേക്ക് പോകാത്തത്. അല്ലെങ്കിൽ ഇവര് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. പഞ്ചാബിൽ മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ന്യൂസ് എപ്പോഴാണ് വന്നെന്ന് നോക്കിയാൽ മതി. ഇതിപ്പം പരമാവധി ഈ നോട്ട് നിരോധനമൊക്കെ വന്നതിന്റെ ഫലമായിട്ട് ഈ മയക്കുമരുന്നിൽ ഒഴുക്ക് നിർത്താൻ പറ്റുന്നുണ്ട്. വലിയൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ കണ്ട്ല തുറമുഖത്തൊക്കെ വെച്ച് ഇഷ്ടംപോലെ മയക്കുമരുന്ന് പിടിക്കുന്നു, നന്നായിട്ട് പിടിക്കുന്നുണ്ട്. പിന്നെ ഇന്റലിജൻസ് ഇവർക്ക് ഒരു പേടി വരുത്തുന്ന രീതിയിൽ ഇതൊക്കെ ഒരു അന്യാഗ്ധര് പോയി ആരൊക്കെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇതൊക്കെ മോഡി അമിത്ഷാ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പം അതാണ് മോഡിയോട് വലിയ പ്രശ്നം എല്ലാവർക്കും. കാരണം മോഡി വന്ന് പോയ മുസ്ലിങ്ങളൊക്കെ ചുട്ടുകൊന്ന് അതിനുശേഷം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മൊത്തം മോഡിക്ക് എതിരാവും, ഉപരോധമൊക്കെ വെച്ച് ഇന്ത്യനെ വഴിക്കാക്കിയിട്ട് പിന്നെ അടുത്ത ഇലക്ഷൻ അധികാരം പിടിക്കാന്നൊക്കെ പലരും വിചാരിച്ചിരുന്നു. മോഡി ആരാമായി. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇതാണ് പലരുടെയും പ്രശ്നം. ഈ NIA റെയ്ഡ് തന്നെ ഖലിസ്ഥാൻ വാദം ഉയർത്തുന്ന ആളുകളെ ഇല്ലാതാക്കുക, അവരുടെ ഇടങ്ങളിൽ ചെന്ന് അറ്റാക്ക് ചെയ്യുക, അവരെ അകത്താക്കുക, അവരെ പൂട്ടുക എന്ന ശ്രമത്തിന്റെ ഭാഗമായിക്കൂടെ? ആണ്, അതിന്റെ ഭാഗമാണ്. കാരണം ആദ്യം അവരുടെ ഫിനാൻഷ്യൽ സോഴ്സസ് അടയ്ക്കണം. പിന്നെ അവർക്ക് ഇൻസ്പിറേഷൻ കൊടുത്തതിന് പുറത്തുള്ള സോഴ്സസിന് എലിമിനേറ്റ് ചെയ്യണം, അസറ്റുകളെ എലിമിനേറ്റ് ചെയ്യുക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെ അത് ശക്തമായ ഇന്റലിജൻസ് വിഭാഗം വേണം. പിന്നെ മയക്കുമരുന്നതിനെതിരെ ശക്തമായ ഒരു ക്രൂസൈഡ് തന്നെ നടക്കണം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നിനെതിരെ ക്രൂസൈഡ് നടക്കുന്നത്. നിങ്ങൾ നോക്കി, അടുത്ത ഇര കേരളമാണ് മയക്കുമരുന്നിന്റെ. അതിപ്പോ തന്നെ മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബാണല്ലോ. ഹബ്ബല്ല, ഇതൊന്നല്ല വരാൻ പോകുന്നത്. കേന്ദ്രത്തിൽ ശക്തമായ ഗവൺമെന്റും കേരളത്തിലെ പോലീസ് ഇപ്പൊ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് എല്ലാം വീക്കായാലും
എനിക്ക് പലരും പോലീസിനെ അറ്റാക്ക് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ടാണ് എനിക്ക് വലിയ സംശയമുണ്ട്. പോലീസിന്റെ മൊബൈൽ നഷ്ടപ്പെടുത്തിയിട്ട് ഇവർ ഇങ്ങനെയുള്ള ടീമിന് വേണ്ടിയിട്ട് പോലീസിന്റെ മൊബൈൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പോലീസുകാർ ഇപ്പോൾ നമുക്ക് തന്നെ തോന്നില്ല, നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യുമായിരിക്കും? പോലീസുകാരന് തെറ്റുകളൊക്കെ പറ്റും, പക്ഷെ പോലീസുകാരുടെ ഡ്യൂട്ടി ഈ വെയിലത്തൊക്കെ ഒന്ന് ഓടി എന്തൊരു ബുദ്ധിമുട്ടാണ്. അതപ്പോ ജോലി കാക്കിനുള്ളിൽ കയറിയാലേ മനസ്സിലാവുള്ളൂ. തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാ മേഖലയിലും പോലീസുകാർക്കും തെറ്റുകൾ പറ്റാം. പക്ഷേ ഇങ്ങനെ ചില ആളുകൾ പോലീസിന് നേരെ തിരിഞ്ഞുള്ള ഈ അക്രമം കാണുമ്പോൾ അത് വേറെ എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഞാൻ പഞ്ചാബ് കഴിഞ്ഞാൽ അവരുടെ അടുത്തിട്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ചരിത്രബോധം ഇല്ലാത്ത യുവതലമുറയുണ്ട്, തൊഴിലില്ലായ്മ അവരുടെ ഇടയിൽ കൂടുതലുമാണ്. ആ വിഭാഗത്തിന്റെ ഇടയിൽ അവർക്ക് തൊഴിലിന്റെ ആവശ്യമില്ല, പിന്നെ എവിടെ നിന്നെങ്കിലൊക്കെ കാശ് വരുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്കുകൾ നാളെ ഇങ്ങോട്ടും വരാം. ഹായിരബ എന്ന പാട്ടൊക്കെ നമ്മളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ റെയ്ഡ് അവിടെ ആയിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് റൂട്ടുകൾ കണ്ടെത്തി റൂട്ടുകൾ ഇല്ലാതാക്കണം. അത് നിരന്തരമായ ജാഗ്രത വേണം. ബിക്കോസ് ഒരു സംസ്ഥാനത്ത് ഭൂരിപക്ഷമുള്ള അതിശക്തമായിട്ടുള്ള ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒരു രാജ്യം ആഗ്രഹിക്കുകയാണ്. അവരെ പുറത്ത് സപ്പോർട്ട് ചെയ്യാൻ ലോകത്തെ ഏറ്റവും ശക്തരായ രാജ്യങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.